പ്രചണ്ഡമായ കുരുക്ഷേത്ര യുദ്ധഭൂമി തലേ ദിവസത്തിലെ പോരാട്ടത്തിൻ്റെ ഫലമായി ഇപ്പോൾ ചുവന്ന നിറത്തിലാണ്. കുരുക്ഷേത്ര യുദ്ധത്തിലെ 2-ാം ദിവസം പാണ്ഡവരും കൗരവരും പരസ്പര വൈരത്തോടുകൂടി യുദ്ധത്തിൽ എതിർദിശകളിലായി അണിനിരന്ന് നിൽക്കുകയാണ്. തലേ ദിവസം ഭീഷ്മരുടെ പ്രകടനം കാരണം പാണ്ഡവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാനായിട്ട് ഇപ്പോൾ പറന്നു പോകുന്ന ഒരു കൊക്കിൻ്റെ ആകൃതിയിലുള്ള ക്രൗഞ്ചവ്യൂഹമാണ് പാണ്ഡവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നേ വരെ അധികം മനുഷ്യർക്ക് അറിവില്ലാത്ത ഒരു വ്യൂഹമാണ് ഈ ക്രൗഞ്ചവ്യൂഹം എന്ന് പറയുന്നത്. അങ്ങനെ പാണ്ഡവരും കൗരവരും പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുന്നു. എന്നാൽ അന്ന് ആ യുദ്ധഭൂമി കാണാൻ പോകുന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. ദേവാസുരന്മാർ ഒരുമിച്ചൊരു മനുഷ്യനായി അവതരിച്ച് പോരാടിയാൽ ഇങ്ങനെ ഇരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പോരാട്ടം. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന സീരീസിൻ്റെ 2-ാമത്തെ എപ്പിസോഡ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. പാണ്ഡവർ നിർമ്മിച്ചിരിക്കുന്ന ക്രൗഞ്ചവ്യൂഹം കണ്ടിട്ട് കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കൾ എല്ലാവരും അന്യോന്യം ചോദിച്ചു, ഇതേതായി വ്യൂഹം? ഇന്നേ വരെ മനുഷ്യരാരും അധികം നിർമ്മിച്ചു കണ്ടിട്ടില്ലാത്തൊരു വ്യൂഹമാണല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ തൻ്റെ സൈന്യത്തിലുള്ള ആളുകളുടെ ഈ ഒരു സംശയം ഇത് കണ്ടപ്പോഴത്തേക്കും ദുര്യോധനൻ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പോരാളിയെപ്പോലെ, ശക്തനായിട്ടുള്ള ഒരു രാജാവിനെ പോലെ പെരുമാറി. അദ്ദേഹം നേരെ തൻ്റെ കൂട്ടത്തിലുള്ള മഹാരഥന്മാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്തിലുള്ള ആളുകളാണ്. നിങ്ങളാരും തന്നെ പോരാട്ടത്തിൽ പിന്നോട്ടുള്ളവരല്ല. സകല വ്യൂഹങ്ങളെക്കുറിച്ചും ജ്ഞാനമുള്ളവരാണ് എൻ്റെ പിതാമഹനായ ഭീഷ്മരും എൻ്റെ ആചാര്യനായ ദ്രോണരും. മറ്റുള്ളവരും ഒട്ടും പിറക്കോട്ടല്ല. നമ്മൾ ശക്തരാണ്, നമ്മളതെപ്പോഴും ഓർക്കണം. നമ്മൾക്ക് 11 അക്ഷൗഹിണി പട വരുന്ന അസീമമായിട്ടുള്ള ഒരു സൈന്യമാണുള്ളത്. അവർക്കോ വെറും 7 അക്ഷൗഹിണി സൈന്യം. പാണ്ഡവരുടെ 7 അക്ഷൗഹിണി സൈന്യത്തിനെ നമ്മുടെ ഭീഷ്മപിതാമഹൻ്റെ നേതൃത്വം കൊണ്ട്, നമ്മുടെ 11 അക്ഷൗഹിണി സൈന്യം കൊണ്ട് നമുക്ക് തച്ചുടയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വ്യൂഹത്തിനെ നമ്മളിന്ന് ചെറുക്കുക തന്നെ ചെയ്യും. ദുര്യോധനൻ്റെ ഈ ഒരു സംസാരം ഭീഷ്മർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭീഷ്മരും ദ്രോണരും കൂടെ ചേർന്നിട്ട് ക്രൗഞ്ചവ്യൂഹത്തിനെ പിടിച്ചു നിർത്തി ആക്രമിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വ്യൂഹം നിർമ്മിച്ചു. ആ വ്യൂഹത്തിൻ്റെ പടത്തലയ്ക്കലായി ഭീഷ്മരും ദ്രോണരും നിലയുറപ്പിച്ചു. എന്നിട്ട് ആ വ്യൂഹത്തിന് ഇടതുഭാഗമുണ്ടാക്കി. ആ ഇടതുഭാഗത്ത് ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളെ നിർത്തി അവരുടെ മേൽനോട്ടത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സൈന്യത്തെ നിർത്തി. അവരിൽ ഭൂരിശ്രവസ്, ഭഗദത്തൻ, ശല്യർ മുതലായ ശക്തരായിട്ടുള്ള യോദ്ധാക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടതുഭാഗത്ത് മറ്റുള്ള മഹാരഥന്മാരെ നിർത്തി. അങ്ങനെ 2 ഭാഗങ്ങളിലും ശക്തരായിട്ടുള്ള മഹാരഥന്മാരെ ഭീഷ്മരും ദ്രോണരും നിലയുറപ്പിച്ചതിന് ശേഷം ദുര്യോധനനെ നിർത്തേണ്ട സ്ഥലത്ത്, സുരക്ഷിതമായി നിന്ന് പോരാടാൻ പറ്റുന്നൊരു സ്ഥലത്ത് നിർത്തി. എന്നിട്ട് ഈ വ്യൂഹത്തിൻ്റെ പിൻഭാഗത്തായിട്ട് മഹാരഥനായ അശ്വത്ഥാമാവിനെയും കൃപാചാര്യരെയും മറ്റ് ധീരയോദ്ധാക്കളെയും നിർത്തി. അങ്ങനെ ഏതൊരർത്ഥത്തിലും വരുന്ന കൊക്കിനെ പിടിച്ചു നിർത്തി പോരാടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂഹം. അത് അവർ രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്ത ഒന്നാണ്. കാരണം അത്രയും ജ്ഞാനമാണല്ലോ ദ്രോണർക്കും ഭീഷ്മർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യൂഹത്തിനൊരു പേര് പറയുന്നില്ല. അതൊന്നും നമുക്ക് മനസ്സിലാക്കാം. ഇവർ ആ സമയത്ത് നിർമ്മിച്ചെടുത്ത, ക്രിയേറ്റീവായി ചിന്തിച്ച് ആ വ്യൂഹത്തിനെ പിടിച്ചു നിർത്തുവാനായി ക്രിയേറ്റ് ചെയ്ത ഒരു വ്യൂഹമായിട്ട് നമുക്ക് തോന്നും. ഈ ദ്രോണരുടെയും ഭീഷ്മരുടെയും വ്യൂഹ നിർമ്മാണമൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വ്യൂഹങ്ങൾ ഭീഷ്മരും ദ്രോണരും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. 14-ാമത്തെ ദിവസം ദ്രോണാചാര്യർ 4 വ്യൂഹങ്ങൾ ചേർത്തൊരു വ്യൂഹമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗാണ്. അങ്ങനെ വ്യൂഹ നിർമ്മാണം പൂർത്തിയായപ്പോഴത്തേക്കും ദുര്യോധനൻ തൻ്റെ സൈന്യത്തിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഭീഷ്മരും ദ്രോണരും ചമച്ച കവചം ലഭിച്ചിരിക്കുകയാണ്. ഇനി പോരാടുക, ആക്രമിക്കുക. അങ്ങനെ കൗരവപക്ഷത്തിൽ നിന്ന് ശംഖനാദം മുഴക്കി. പാണ്ഡവപക്ഷത്തിൽ യുദ്ധത്തിന് തയ്യാറായി. തൻ്റെ ജ്യേഷ്ഠൻ ഇന്നലെ പറഞ്ഞ കുത്തുവാക്കുകളെല്ലാം മനസ്സിലുണ്ട്. അപ്പോൾ ചേട്ടനെ കൊണ്ടിന്ന് നല്ലത് പറയിക്കണം, അർജുനൻ ആരാണെന്ന് യുദ്ധഭൂമിയിൽ കാണിക്കണമെന്നൊരു ത്വര അർജുനനുണ്ട്. അങ്ങനെ കൃഷ്ണൻ പാഞ്ചജന്യം വിളിച്ചു. ഒപ്പം അർജുനൻ ദേവദത്തം വിളിച്ചു. ഭീമൻ തൻ്റെ പൗണ്ഡ്രം എന്ന ശംഖ് വിളിച്ചു. അങ്ങനെ എല്ലാ മഹാരഥന്മാരും തങ്ങളുടെ ലക്ഷണമൊത്ത ശംഖുനാദം മുഴക്കി. യുദ്ധഭൂമി ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ശംഖുനാദത്തിൻ്റെയും പെരുമ്പറയുടെയും ഒരു വലിയ മുഴക്കമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ആ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പോരാട്ടം ആരംഭിക്കുകയാണ്. ക്രൗഞ്ചവ്യൂഹത്തിൽ നിലയുറപ്പിച്ച് പാണ്ഡവർ നേരെ ഭീഷ്മർ നയിക്കുന്ന കൗരവപക്ഷത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. അങ്ങനെ പാണ്ഡവപക്ഷം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ കൗരവപക്ഷം ഇങ്ങനെ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൗരവപക്ഷത്തിലെ സൈനികരും കാലാൾ പടയാളികളും കുതിരപ്പടയാളികളും തേരാളികളും എല്ലാം ഇങ്ങനെ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രഥം, ലക്ഷണമൊത്ത തേജസ്സേറിയ ഒരു രഥം ആ യുദ്ധഭൂമിയിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട്. ഭീഷ്മരായിരുന്നു അത്.
ഭീഷ്മർ എപ്പോഴും ആയുധം കയ്യിലെടുത്തിട്ടില്ല. തൻ്റെ ഒരു കൈ യുദ്ധത്തിലൊരു തികഞ്ഞ യോദ്ധാവിനെ പോലെ ഇങ്ങനെ ഇടുപ്പത്ത് കൊടുത്തിട്ട് മറ്റൊരു കൈ തൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് ഗാംഭീര്യത്തോടൊരു നിപ്പ്. ഉടനെ ഭീഷ്മർ ശംഖുനാദം കൊണ്ട് തൻ്റെ കൂടെയുള്ള തേരാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. എന്നിട്ട് അവരോട് ഇങ്ങനെ കാണിച്ചു. പാണ്ഡവർ നോക്കി നിൽക്കവേ ഭീഷ്മർക്ക് ചുറ്റും നിന്ന് അസ്ത്രങ്ങളിങ്ങനെ പറന്നു വരുന്നു. അത് ഭീഷ്മരുടെ കൂടെയുള്ള മഹാരഥന്മാർ, അതായത് രഥത്തിൽ നിന്ന് പോരാടുന്ന യോദ്ധാക്കളെല്ലാവരും കൂടെ ഏത് അസ്ത്രങ്ങളാണ്. പക്ഷേ പാണ്ഡവർ നോക്കിക്കാണുമ്പോൾ അത് ഭീഷ്മർ തൻ്റെ തേജസ് കൊണ്ട് സൃഷ്ടിച്ച ഒരു അസ്ത്രം അദ്ദേഹത്തിന് ചുറ്റിനും നിന്നിങ്ങനെ പറന്നു വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. യുദ്ധഭൂമിയിലെ ഒരു സൈക്കോളജിക്കൽ ടാക്ടിക് ആയിരിക്കും അത്. പക്ഷെ അത് നല്ലതുപോലെ പാണ്ഡവ പക്ഷത്തിനെ എഫക്റ്റ് ചെയ്തു. കാരണം ആ യോദ്ധാവിൻ്റെ നിപ്പ് അങ്ങനെയായിരുന്നു. അർജുനൻ്റെ നേതൃത്വത്തിൽ ഉടനെ പാണ്ഡവ പക്ഷത്തിൽ നിന്ന് മറ്റസ്ത്രങ്ങൾ ശരവർഷം കൊണ്ട് ഈ ശരവർഷത്തെ മുറിച്ചിടുകയുണ്ടായി. ഇനി അധികം താമസിച്ചില്ല. ഭീഷ്മരുടനെ തൻ്റെ ലക്ഷാമത്ത ശക്തമായിട്ടുള്ള കട്ടിയുള്ള വില്ലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വളച്ചിങ്ങനെ പിടിച്ചു. ആ വില്ലിങ്ങനെ കുലഞ്ഞ് ചാടി ഭീഷ്മരുടെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ ഭീഷ്മർ പിടിച്ചു. എന്നിട്ട് ഭീഷ്മർ ആ വില്ല് ചുഴറ്റിയെടുത്ത് ഒരസ്ത്രമെടുത്ത് ഇങ്ങനെ തൊടുത്തതിന് ശേഷം അതിങ്ങനെ വലിച്ചു പിടിച്ച് കൗരവപക്ഷത്തിൽ നിന്ന് പാണ്ഡവപക്ഷത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് ഓങ്ങി ആകാശമാർഗത്തിലേക്ക് എയ്തു. എന്നിട്ട് ഇതുപോലെ ഓരോ അസ്ത്രങ്ങൾ ആകാശമാർഗത്തിൽ ആംഗിൾ മാറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 4-3 അസ്ത്രങ്ങൾ. ഈ അസ്ത്രങ്ങൾ ഷാർപ്പായിട്ട് അഭിമന്യു, ഭീമസേനൻ, സാത്യകി, അതുപോലെ ദൃഷ്ടദ്യുമ്നൻ ഇങ്ങനത്തെ യോദ്ധാക്കളുടെ അടുത്ത് തന്നെ എത്തി. അവരുടെ രഥത്തിൽ അവരെ തറയ്ക്കുന്ന രീതിക്ക് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്ര കാൽക്കുലേഷനിലാണ് ഭീഷ്മർ അങ്ങനെ അസ്ത്രങ്ങൾ ചെയ്തത്. ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നാൽ അത്ഭുതപ്പെടാൻ സമയമില്ലല്ലോ, യുദ്ധമല്ലേ. ഉടനെ തന്നെ അതിന് മറുപടിയായി ഇവർ ഭീഷ്മർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഇവരയക്കുന്ന അസ്ത്രങ്ങൾ ഭീഷ്മർ മുറിച്ചിടുന്നു. അങ്ങനെ ഭീഷ്മർ ശരവർഷം തൂകി. അങ്ങനെ പിതാമഹൻ്റെ ഈ ഒരു അസ്ത്രപ്രയോഗം, നമ്മൾ ആകാശമാർഗം നോക്കുകയാണെങ്കിൽ പിതാമഹൻ്റെ ഈ ഒരു അസ്ത്രപ്രയോഗം കൊണ്ട് ക്രൗഞ്ചവ്യൂഹത്തിനൊരു ഇളക്കം ഒന്ന് സംഭവിച്ച് പാണ്ഡവർ ഇങ്ങനെ തെന്നിയും തെറിച്ചും ഇങ്ങനെ ഓടാൻ തുടങ്ങി. എന്നുവെച്ചാൽ ശക്തമായിരിക്കുന്ന സംഭവത്തിൽ ഇടിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു ഇളക്കം സംഭവിക്കുമല്ലോ, വ്യൂഹത്തിനൊരു ഇളക്കം സംഭവിച്ചു. അത് ഭീഷ്മർ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ആ ഒരിളക്കം സംഭവിച്ചപ്പോഴത്തേക്കും പാണ്ഡവപക്ഷത്തിലുള്ള സൈനികർ ഇങ്ങനെ പരിഭ്രാന്തരായി. ഈ സമയത്ത് അർജുനന് മനസ്സിലായി, ഇനി ബെറക്കോട്ട് നിന്നിട്ട് കാര്യമില്ല, പിതാമഹനെ നേരിട്ടേ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ സെൻറ്റിമെൻറ്റ്സ് എല്ലാം അർജുനൻ മാറ്റി വെച്ചിട്ട് ജനാർദ്ദനനോട് പറഞ്ഞു, ജനാർദ്ദന, എൻ്റെ പിതാമഹനായ ഭീഷ്മർക്ക് നേരെ രഥം തെളിച്ചാലും അദ്ദേഹം നല്ല കോപിഷ്ഠനായി നിൽക്കുമ്പോൾ മറ്റാർക്കും അദ്ദേഹത്തെ നേരിടാൻ കഴിയത്തില്ല. കൗരവർക്ക് നന്മ ചെയ്യണമെന്നും പറഞ്ഞ് ദുര്യോധനനിൽ പ്രതിജ്ഞാബദ്ധനായി എൻ്റെ പിതാമഹൻ അവിടെ നിൽക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് അദ്ദേഹത്തിനെ ഞാൻ ശരവർഷം കൊണ്ട് അർച്ചന ചെയ്ത് അദ്ദേഹം എനിക്ക് നൽകുന്ന മുറിവുകൾ ഞാൻ പ്രസാദമായി സ്വീകരിക്കാൻ പോവുകയാണ്, ചെല്ലുക. ഉടനെ കൃഷ്ണൻ പതുക്കെ അർജുനനെ നോക്കി പറഞ്ഞിട്ട്, അർജുന ഒന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൃഷ്ണൻ അതിവേഗത്തിൽ രഥം ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ നേരെ ഭീഷ്മർക്ക് നേരെ തെളിച്ചു. ഭീഷ്മർ അവിടെ നിന്നുകൊണ്ട് തുരുതുര അസ്ത്രങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലി ആദ്യം കേട്ടു, എന്നൊരു ശബ്ദം. അത് കേട്ട് ഭീഷ്മർ പെട്ടെന്ന് തന്നെ നല്ല ശ്രദ്ധയോടുകൂടി വേഗതയോടുകൂടി അങ്ങോട്ടേക്ക് തിരിഞ്ഞു. അധികം താമസിയാതെ അർജുനൻ അവിടെ നിന്ന് ശരവർഷം തുടങ്ങി. ആ ശരവർഷത്തെ ഭീഷ്മർ കൗണ്ടർ ചെയ്തു. അങ്ങനെ ഭീഷ്മരും ശരവർഷം ചെയ്തു. ഈ ശരവർഷം എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ ശരവർഷങ്ങളല്ല. ശരവർഷത്തിലെ ഓരോ അസ്ത്രത്തിലേക്കും നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ അസ്ത്രങ്ങൾ അവരുടെ മുനയോട് മുന തട്ടി ഇങ്ങനെ നശിച്ചു പോവുകയാണ്. അത്ര എഫിഷ്യൻ്റായിട്ട് രണ്ട് തുല്യമായിട്ടുള്ള തേജസ്സുകളിൽ നിന്ന് പോരാടിയാൽ എങ്ങനെ ഇരിക്കും? ഒരാൾ നരനാണ്, മറ്റൊരാൾ അഷ്ടവസുക്കളിലുള്ള ഒരാളുടെ പുനർജന്മമാണ്. അപ്പോൾ പിന്നെ തേജസ്സിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇവരുടെ ഈ ഒരു അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം യുദ്ധഭൂമി ആകെ മുഴങ്ങുന്നു. പക്ഷേ ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. ക്രൗഞ്ചവ്യൂഹത്തിൽ നിന്നുകൊണ്ട് മറ്റു പാണ്ഡവരവിടെ ഭയങ്കര പ്രകടനം കാണിക്കുക. അതുകൊണ്ട് ശ്രദ്ധ മാറാൻ സമയമില്ല. എന്നാൽ ഭീഷ്മരോട് മാത്രമല്ല കേട്ടോ അർജുനൻ ഈ സമയത്ത് പോരാടുന്നത്. അവിടെ ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, ശല്യരുണ്ട്, കൃപാചാര്യരുണ്ട്, അതുപോലെ വികർണനുണ്ട്, ദുര്യോധനനുണ്ട്. അങ്ങനെ ഈ 6 യോദ്ധാക്കളും അർജുനനും തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 6 പേരും അർജുനന് നേരെ അസ്ത്രങ്ങൾ അയക്കുകയാണ്. അത് 1ഉം 2ഉം ഒന്നുമല്ല. ഭീഷ്മർ അത്ര 70 അസ്ത്രങ്ങൾ എന്തോ അയച്ചു. ദ്രോണർ ഒരു 25, കൃപാചാര്യർ ഒരു 50, ദുര്യോധനൻ ഒരു 60, ശല്യർ ഒരു 9 എണ്ണം, അതുപോലെ വികർണൻ 10 അസ്ത്രങ്ങൾ വഹിച്ചു. അർജുനൻ ഒഴിഞ്ഞുമാറി കൃഷ്ണനും രഥത്തിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അർജുനൻ ഈ അസ്ത്രങ്ങളെല്ലാം തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ മുറിച്ചിടുന്നു. ഇതിന് മറുപടിയായിട്ട് അർജുനൻ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് അസ്ത്രങ്ങൾ അയച്ചു. ദ്രോണർക്ക് നേരെ 60, ഭീഷ്മർക്ക് നേരെ 25, കൃപർക്ക് നേരെ 9, ശല്യർക്ക് 3, വികർണന് 3, ദുര്യോധനന് 5. ഈ അസ്ത്രങ്ങൾ അവരുടെ ദേഹത്തേക്കും വന്ന് തട്ടാൻ പോയി. അവരും എങ്ങനെയൊക്കെയോ അതിനെ കൗണ്ടർ ചെയ്തു. അപ്പോൾ അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് ഇവരുമായി പോരാടുന്നത് കണ്ടുടനെ ദൃഷ്ടദ്യുമ്നൻ, അഭിമന്യു, ഉപപാണ്ഡവർ, സാത്യകി ഇവരെല്ലാവരും അർജുനൻ്റെ രഥത്തിന് ചുറ്റും ഇങ്ങനെ വളഞ്ഞു നിന്നു. ഈ ഉപപാണ്ഡവരെന്ന് പറയുമ്പോൾ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ പറയുകയാണ്,
ഈ പഞ്ചപാണ്ഡവർ 5 പേർക്കും ദ്രൗപദിയിലുണ്ടായ 5 പുത്രന്മാരാണ് ഉപപാണ്ഡവരെന്ന് പറയുന്നത്. പാണ്ഡവരുടെ മക്കൾ ഉപപാണ്ഡവർ. ആ ഉപപാണ്ഡവർ ഇവിടെ എത്തി നല്ല യോദ്ധാക്കളാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പോരാട്ടം. എന്നാലും അർജുനൻ ഒറ്റയ്ക്ക് തന്നെ അവരുമായിട്ട് നേരിട്ട് കൊണ്ടിരുന്നു. മറ്റ് 5 പേർ അർജുനനെ അസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ ദ്രോണരും കൂടെ അവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കിയ ദൃഷ്ടദ്യുമ്നൻ പെട്ടെന്ന് ദ്രോണരുമായിട്ട് പോരാടി. അവർ രണ്ടുപേരും സെപ്പറേറ്റായിട്ട് അങ്ങ് പോരാടി തുടങ്ങി. അങ്ങനെ ഭീഷ്മരും അർജുനനും ശരവർഷം കൊണ്ട് പരസ്പരം പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പോർവീര്യം അങ്ങോട്ട് കൂടിയിട്ട് രണ്ടുപേരും അവരവരുടെ ശംഖുകൾ എടുത്ത് മുഴക്കി. അതായത് ഇനി നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പൊരിഞ്ഞ പോരാട്ടം തുടങ്ങുകയാണ് എന്നൊരു സിഗ്നൽ പോലെയായിരുന്നു. ഈ സമയത്ത് വീണ്ടും ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട് ദ്രൗണി, ദുര്യോധനൻ, വികർണൻ ഇവരൊക്കെ എത്തി. അതുപോലെ തന്നെ അർജുനനെ സപ്പോർട്ട് ചെയ്യാൻ പാണ്ഡവ പക്ഷത്തിൽ നിന്നും ആളുകളെത്തി. പക്ഷേ പോരാട്ടം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു. എന്താ ഒരുമാതിരി പകരത്തിന് പകരം കണക്കായിരുന്നു. ഭീഷ്മർ 9 അസ്ത്രങ്ങൾ അയക്കും, അർജുനൻ 10 അസ്ത്രങ്ങൾ തിരിച്ചയക്കും. ഭീഷ്മർ 25 അസ്ത്രം ഇങ്ങോട്ട് അയക്കും, അർജുനൻ 30 എണ്ണം തിരിച്ചയക്കും. അങ്ങനെ അസ്ത്രം കൊണ്ടൊരു ചോദ്യോത്തരം നടക്കുന്നത് പോലത്തെ പ്രചണ്ഡമായിട്ടുള്ള ഒരു പോരാട്ടം. ഇതിനിടയിൽ ഭീഷ്മർ ഒരു വല്ലാത്ത അക്രമം കാണിച്ചു. ശ്രീകൃഷ്ണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഇങ്ങനെ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഭീഷ്മർ ഒരു ഭയങ്കര വിഷ്ണുഭക്തനാണ്. ഭീഷ്മർ ഒരു വൈഷ്ണവനാണ്, ഒരു ഭയങ്കര വിഷ്ണുഭക്തനാണ്. ആ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ 100% നാരായണനാണ് എന്നറിയാവുന്ന ആളുകളിൽ ഒരാളായിരുന്നു ഭീഷ്മർ. എന്നിട്ട് കൂടി പോർവറിയിൽ ഭീഷ്മർ ശ്രീകൃഷ്ണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ശ്രീകൃഷ്ണൻ്റെ ചട്ടയിലേക്ക് ആ അസ്ത്രങ്ങൾ തറച്ചങ്ങ് കയറി. ശ്രീകൃഷ്ണൻ്റെ ദേഹത്ത് അസ്ത്രം കൊണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അർജുനൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അർജുനൻ്റെ കണ്ണങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങി. അർജുനൻ കോപം കൊണ്ട് ജ്വലിച്ച് കൈയൊക്കെ മുറുക്കിയിട്ട് ഗാന്ധീപത്തെ ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ചുഴറ്റിയെടുത്തിട്ട് ഭീഷ്മരുടെ സാരഥിയുടെ ദേഹത്തേക്ക് ഊക്കോടെ ഒരു അസ്ത്രം ഏതങ്ങ് കയറ്റി. അങ്ങനെ ഇവരുടെ പോരാട്ടം ഇങ്ങനെ മുറുകിക്കൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് ദ്രോണാചാര്യരും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ ഭയങ്കര പോരാട്ടം. ദ്രോണാചാര്യർ ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രങ്ങൾ അയക്കുമ്പോഴത്തേക്കും ദൃഷ്ടദ്യുമ്നൻ്റെ മുഖത്ത് ഭയം കാണുന്നില്ല. പാണ്ഡവപക്ഷത്തിലുള്ള സൈനികരൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സർവ്വസൈന്യാധിപനാൾ കൊള്ളാം, ദ്രോണരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഭയമെന്ന് പറഞ്ഞൊരു സംഭവം ഇദ്ദേഹത്തിൻ്റെ മുഖത്തില്ലല്ലോ. അങ്ങനെ ദ്രോണർ വയ്ക്കുന്ന അസ്ത്രങ്ങൾക്ക് മറുപടിയായി ദൃഷ്ടദ്യുമ്നൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ 9 അസ്ത്രങ്ങൾ ദ്രോണർക്ക് നേരെ എയ്തു കയറ്റി. അപ്പോൾ ദ്രോണർ കൈവേഗത്തിൽ ദൃഷ്ടദ്യുമ്നൻ്റെ നേരെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. എങ്ങനെയൊക്കെയോ ദൃഷ്ടദ്യുമ്നൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്നാൽ ദ്രോണർക്ക് അങ്ങോട്ട് കലി പൂണ്ടിട്ട് നമ്മൾ അത്രയും കാലവും കണ്ടൊരു ദ്രോണരെ അല്ല യുദ്ധഭൂമിയിൽ കാണുന്നത്. മറ്റൊരാളെപ്പോലെയാണ് ദ്രോണർ യുദ്ധഭൂമിയിൽ പെരുമാറുന്നത്. ദ്രോണർ വളരെ ശക്തമായിട്ടുള്ള മൂർച്ചയോടുകൂടി എന്തോ തിളങ്ങുന്ന രീതിയിലുള്ള ഒരു അസ്ത്രം എടുത്തു. അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഒരു അസ്ത്രമാണ്. അതൊരെണ്ണമാണ് അദ്ദേഹം എടുത്തത്. അത് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി എന്തോ പ്രത്യേകതയുള്ള അസ്ത്രമാണെന്ന്. ആ അസ്ത്രം തൻ്റെ വില്ലിലേക്ക് വെച്ച് ദ്രോണരിങ്ങനെ വലിച്ച് ദൃഷ്ടദ്യുമ്നന് നേരെ അയച്ചു. ഇങ്ങനെ ഒരു ജ്വലിക്കുന്ന അസ്ത്രം ദൃഷ്ടദ്യുമ്നന് നേരെ വരുന്നത് കണ്ടിട്ടും ദൃഷ്ടദ്യുമ്നൻ ഭയന്നില്ല. അത്രത്തോളം പോർവീര്യം വന്ന് ദൃഷ്ടദ്യുമ്നൻ കാണിക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ്റെ പാണ്ഡവപക്ഷത്തിലുള്ള സൈന്യർ പാഞ്ചാലരും പാണ്ഡവ സൈന്യവും ദൃഷ്ടദ്യുമ്നൻ്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രാജ്യത്തിന് കൂടിപ്പോയാൽ 1 അക്ഷൗഹിണിയോ 2 അക്ഷൗഹിണിയോ ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഒരുപാട് അക്ഷൗഹിണികൾ ഇങ്ങനെ വരുന്നതിൻ്റെ അർത്ഥം ഒരുപാട് രാജാക്കന്മാർ യുദ്ധത്തിലുണ്ടായിരുന്നു, ഒരുപാട് രാജവംശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇവരെ ഓരോ ആളുകളുടെ കൂടെ ഓരോ രാജവംശത്തിൻ്റെ സൈന്യമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ദൃഷ്ടദ്യുമ്നൻ്റെ കൂടെ പാണ്ഡവരും പാഞ്ചാലരും ഉണ്ട്. അപ്പോൾ ദ്രോണർ ഇതുപോലെ തേജസ്സേറിയ ഒരു അസ്ത്രം ദൃഷ്ടദ്യുമ്നന് നേരെ അയച്ചിട്ടും ദൃഷ്ടദ്യുമ്നൻ ഭയക്കുന്നില്ല. പാണ്ഡവരിങ്ങനെ നോക്കിക്കണ്ട് നിൽക്കുകയാണ്, പാണ്ഡവ സൈന്യവും പാഞ്ചാല സൈന്യവും. പെട്ടെന്ന് തന്നെ ദൃഷ്ടദ്യുമ്നൻ കൈവേഗത്തിൽ അസ്ത്രങ്ങൾ അയച്ച് ആ ദിവ്യമായിട്ടുള്ള അസ്ത്രത്തെ മുറിച്ചങ്ങ് കളഞ്ഞതോടുകൂടി ദ്രോണർക്ക് ദേഷ്യവും കൂടി, ഈ പാഞ്ചാലർക്കും പാണ്ഡവർക്കും ഭയങ്കര ധൈര്യവും കൂടി. പെട്ടെന്ന് തന്നെ വളരെ ശക്തിയുള്ള തേജസ്സോടുകൂടി ഒരു വേല് കയ്യിലെടുത്തിട്ട് ദ്രോണർക്ക് നേരെ ദൃഷ്ടദ്യുമ്നൻ കയ്യൂക്കോടുകൂടി എറിഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടുകൂടി ദ്രോണരെ നോക്കി. ദ്രോണർ ഈ വേലുകളെ മുറിച്ചു 3 കഷ്ണമാക്കി. ആരോടാ കളി? ദ്രോണരും ദൃഷ്ടദ്യുമ്നൻ്റെയും പോരാട്ടത്തിനിടയിൽ ദ്രോണർക്ക് നേരെ ദൃഷ്ടദ്യുമ്നൻ ശരവർഷം പ്രയോഗിച്ചു. അതേ ശരവർഷം തന്നെ ദൃഷ്ടദ്യുമ്നന് നേരെ ദ്രോണരും പ്രയോഗിച്ചു. എന്നിട്ട് ഒരു പ്രത്യേക രീതിക്ക് അമ്പുകൾ ചെയ്ത് ദ്രോണർ ദൃഷ്ടദ്യുമ്നൻ്റെ വില്ല് അങ്ങ് മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം ശരവർഷം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക രീതിക്ക് അസ്ത്രങ്ങൾ ചെയ്ത് ദ്രോണർ വീണ്ടും ദൃഷ്ടദ്യുമ്നൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ഇപ്രാവശ്യം വില്ല് മുറിച്ചു കളയല്ല മാത്രം ചെയ്തത്, കുറേ അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നൻ്റെ ദേഹത്ത് കൊണ്ടു. അടുത്ത അസ്ത്രങ്ങൾ കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ്റെ കുതിരകളെ വധിച്ചു, ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥിയും വധിച്ചു. അപ്പോൾ കുതിരയുമില്ല, സാരഥിയില്ല, രഥത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ദൃഷ്ടദ്യുമ്നൻ ഭയക്കാതെ. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയമില്ല. ഇത് കാണുമ്പോൾ പാണ്ഡവപക്ഷവും പാഞ്ചാലരും ജയ് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദൃഷ്ടദ്യുമ്നൻ ഒരു ഗദ എടുത്തിട്ട് ദ്രോണരുടെ നേരെ ചുഴറ്റാൻ തുടങ്ങി. ദ്രോണർ അവിടെ നിന്നുകൊണ്ട് അസ്ത്രങ്ങൾ അയച്ചാൽ ഗദ അങ്ങ് മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഗദ മുറിച്ചു. അപ്പോൾ ഉടനെ അടുത്ത് എന്ത് ചെയ്യും? വീണ്ടും ദ്രോണർക്ക് നേരെ ഒരു ആയുധമെടുത്ത് ദൃഷ്ടദ്യുമ്നൻ എറിഞ്ഞു.
അതും ദ്രോണർ മുറിച്ചു കളഞ്ഞു. ഇനി സമയം കളയാതെ പെട്ടെന്നൊരു വാളും ഒരു പരിചയം എടുത്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ദ്രോണർക്ക് നേരെ പാഞ്ഞു വന്നപ്പോൾ ദ്രോണർ വീണ്ടും അസ്ത്രപ്രയോഗം നടത്തി. ദൃഷ്ടദ്യുമ്നൻ ആ പരിചയ കൊണ്ട് ഇങ്ങനെ അസ്ത്രങ്ങളെയെല്ലാം മറച്ചു. ഭയമെന്നൊരു സാധനം മുഖത്ത് കാണിക്കാത്ത ദ്രോണർക്ക് നേരെ ഇന്ന് ദ്രോണരെ തീർക്കണമെന്ന് പറയുന്ന ത്വരയോടുകൂടി ദൃഷ്ടദ്യുമ്നൻ ഓടി അടുക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും 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 അസ്ത്രപ്രയോഗങ്ങൾ നടത്തുന്നു. ഇനി അവിടെ ദൃഷ്ടദ്യുമ്നൻ നിന്നാൽ ചിലപ്പോൾ ദ്രോണർ ഇന്ന് തന്നെ ദൃഷ്ടദ്യുമ്നനെ തട്ടും. എവിടെ നിന്നില്ലാതെ ഒരു രഥം അങ്ങോട്ടേക്ക് ഇങ്ങനെ സ്കിഡ് ചെയ്ത് വന്ന് കയറുന്നു. ആ രഥത്തിൽ നിന്ന് ഒരസ്ത്രം നേരെ ദ്രോണർക്ക് നേരെ പോകുന്നു. ആ രഥത്തിൽ നിന്ന് ശക്തിയോടുകൂടി ഒരു കൈ ഇങ്ങനെ വന്നിട്ട് ദൃഷ്ടദ്യുമ്നനെ പിടിച്ച് ആ രഥത്തിലേക്ക് കയറ്റി. ഉടനെ തന്നെ അവിടെ ദുര്യോധനൻ അവിടെ ഈ ഒരു രഥം വരുന്നത് കണ്ടിട്ട് കലിംഗദേശത്തിലെ പടത്തലവനെ വിളിച്ചിട്ട് പറഞ്ഞു, "ദോ ആചാര്യൻ്റെ അടുത്ത് പോകും, നിങ്ങളുടെ സൈന്യവും കൂട്ടി പെട്ടെന്ന് ആചാര്യൻ്റെ അടുത്ത് പോകും." അപ്പോൾ ഉടനെ കലിംഗദേശത്തിലെ പടത്തലവൻ ദുര്യോധനനോട് ചോദിച്ചു, "ശരി രാജാവേ, അപ്പോൾ ഈ ഒരു 2 സെക്ഷൻ സൈന്യത്തിനെ അങ്ങോട്ട് വിട്ടാൽ മതിയോ?" ഉടനെ ദുര്യോധനൻ പറഞ്ഞു, 2 സെക്ഷനൊന്നും പോരാ, കലിംഗദേശത്തിലെ ഫുൾ സൈന്യവുമായിട്ട് അങ്ങോട്ട് പോകും, എന്നിട്ട് ആ യോദ്ധാവുമായിട്ട് പോരാടാൻ പറഞ്ഞു. ആരായിരുന്നു ആ യോദ്ധാവ്? ധർമ്മിഷ്ഠമായ ക്ഷാത്രഗുണങ്ങളുടെയും കരുണ നിറഞ്ഞ പോർവീര്യത്തിൻ്റെയും ഇടയിൽ ജനിച്ചവൻ, ഭീമവിക്രമങ്ങളുടെയും ഭീമക്രിയകളുടെയും എമ്പുരാൻ, സാക്ഷാൽ മൃഗോദരൻ ഭീമസേനനായിരുന്നു അവിടെ എത്തിയത്. ഭീമസേനനെ നേരിടാനായിട്ടാണ് ഒരു ദേശത്തെ സൈന്യത്തെ മുഴുവനും ദുര്യോധനൻ അങ്ങാട്ട് വിട്ടത്. ഭീമസേനൻ പെട്ടെന്ന് അവിടെ നിന്ന് ദൃഷ്ടദ്യുമ്നനെ രക്ഷിച്ചു. എന്നിട്ട് ദ്രോണർക്ക് നേരെ 7 അസ്ത്രങ്ങൾ എയ്തു കയറ്റി. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ കലിംഗദേശത്തിലെ സൈന്യം വന്ന് ദ്രോണരെ വളഞ്ഞു. ഉടനെ ദൃഷ്ടദ്യുമ്നനോട് ഭീമൻ പറഞ്ഞു, പോയി തൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ സപ്പോർട്ട് ചെയ്യാൻ. പെട്ടെന്ന് തന്നെ അവിടെ വന്ന ഒരു രഥത്തിൽ കയറി ദൃഷ്ടദ്യുമ്നൻ യുധിഷ്ഠിരനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. ദ്രോണരാകട്ടെ ഭീമനെ ഉപേക്ഷിച്ച് നേരെ പാഞ്ചാലരോടും അതുപോലെ തന്നെ വിരാടരോടും പോരാടാനായിട്ട് ചെന്നു. അങ്ങനെ ഇപ്പോൾ ഭീമസേനൻ്റെ മുമ്പിൽ പ്രചണ്ഡമായിട്ടുള്ള കലിംഗ സൈന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കലിംഗ സൈന്യത്തിൻ്റെ ഫ്രണ്ടിലായി കലിംഗദേശത്തെ രാജാവായ ശ്രുതായു ഒരു പുച്ഛഭാവത്തിൽ ഭീമനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അയാൾ ചെയ്ത ആദ്യത്തെ തെറ്റ്. എന്നിട്ട് അയാളുടെ കൂടെ അയാളുടെ മകനായിട്ടുള്ള കേതുമാൻ, അതുപോലെ മറ്റൊരു മകനായിട്ടുള്ള ശക്രദേവൻ, ഇവരെല്ലാവരുമുണ്ട്. പെട്ടെന്ന് തന്നെ ഭീമസേനനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേതി ദേശത്തിലെയും മത്സ്യദേശത്തിലെയും സൈന്യങ്ങൾ അവിടെ എത്തി. എതിർപക്ഷത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് പേരുള്ള പ്രചണ്ഡമായിട്ടുള്ള കലിംഗ സൈന്യം, ഓപ്പോസിറ്റ് ഭീമസേനൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ചേതി ദേശത്തിൽ നിന്നും മത്സ്യദേശത്തിൽ നിന്നും വന്ന ചെറിയ സൈന്യവും. ചേതി ദേശത്തിലെ സൈനികരും മത്സ്യദേശത്തിലെ സൈനികരും ഭീമസേനൻ അവരുടെ കൂടെയുണ്ട് എന്ന ധൈര്യത്തോടു കൂടി നിൽക്കുന്നു. അവർ നോക്കി നിൽക്കവേ പെട്ടെന്ന് ഭീമനെ നേരിടാനായിട്ട് അവിടെ ഒരു വ്യൂഹം നിർമ്മിക്കുന്നു. ഭീമൻ അപ്പോഴും ഒരു വികാരവുമില്ലാതെ തൻ്റെ രഥത്തിൽ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഭീമൻ്റെ മുഖത്തൊരു വികാരമാറ്റമുണ്ടായി. തൻ്റെ രഥത്തിലെ സാരഥിയായ വിശോകനോട് പറഞ്ഞു, മുന്നോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഭീമൻ പോരാടി തുടങ്ങുകയാണ്. ഭീമൻ്റെ കൂടെ ചേതി ദേശത്തിലെയും മത്സ്യദേശത്തിലെയും സൈനികർ ചെല്ലുന്നു. പ്രചണ്ഡമായിട്ടുള്ളൊരു പോരാട്ടം. എന്നാൽ പോരാട്ടം അങ്ങോട്ട് മുറുകി തുടങ്ങിയപ്പോഴത്തേക്കും യുദ്ധഭൂമിയുടെ ആ ഒരു ഭാഗം ശ്മശാനം പോലെയായി. ഈ ചേതി ദേശത്തിലെയും മത്സ്യദേശത്തിലെയും ആളുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായപ്പോൾ ഇവർ ഭയന്ന് ഈ ചേതി ദേശത്തിലെ സൈനികർ ഭീമനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പൊക്കളഞ്ഞു പേടിച്ചിട്ട്. ഭീമൻ അവരെ ഒരു പുച്ഛത്തോടു കൂടി നോക്കിയിട്ട്, അതായത് ഇന്നത്തെ ദിവസം ഇനി നീയൊക്കെ എൻ്റെ മുന്നിൽ വരാതിരുന്നോ, വന്നാൽ നിൻ്റെയൊക്കെ ഞാൻ തന്നെ ചവിട്ടി തീർക്കും എന്നുള്ള രീതിയിൽ ഭീമൻ അങ്ങോട്ടൊരു നോട്ടം നോക്കിയിട്ട് വീണ്ടും യാതൊരുവിധ വികാരമാറ്റവുമില്ലാതെ ഈ ഒരു തൻ്റെ മുന്നിലുള്ള കലിംഗദേശത്തിലെ സൈന്യത്തിന് മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, പ്രചണ്ഡമായിട്ടുള്ളൊരു സൈന്യം, ആയിരക്കണക്കിന് രഥങ്ങളും മാനകളും കുതിരകളും കാലാൽ പടയാളികളും എന്താ പറയുക, ഈ ഒരു രഥത്തിൽ നിന്ന് പോരാടുന്ന ആളുകളും ഒക്കെ ഉണ്ട്, മഹാരഥന്മാരും ഒക്കെ ഉണ്ട്. ഭീമൻ ഒറ്റയ്ക്ക് ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഭീമനും അതുപോലെ തന്നെ എതിർപക്ഷത്തിലുള്ള ആളുകളും. കലിംഗദേശത്തിലെ ആളുകൾ അവരുടെ ആയുധം ഉയർത്തിയ ഉടനെ തന്നെ ഭീമൻ തൻ്റെ രഥത്തിൽ നിന്ന് ഭീമാകാരമായി അലങ്കരിച്ചേക്കുന്നൊരു വില്ലങ്ങെടുത്തു. അതിശക്തമായിട്ടുള്ള ആ വില്ലിൻ്റെ ഭാരം, ആ ഒരു രൂപം കണ്ട് തന്നെ കുറേ പേർ പേടിച്ചു പോയി. എന്നിട്ട് ആ വില്ലിൽ നിന്ന് ഭീമൻ കലിംഗദേശത്തിലെ സൈന്യത്തിനെ ശരവർഷം കൊണ്ട് എയ്ത് കയറ്റി. ഈ ഭീമൻ്റെ ശരവർഷത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? ഭീമൻ്റെ കയ്യും കതുവിനെക്കാട്ടിയും ഭയങ്കരമാണ്. അപ്പോൾ എയ്യുന്ന അസ്ത്രം സാധാരണ ഒരു ധനുർധാരി എയ്യുന്നതിനെക്കാട്ടിയും അതിവേഗത്തിലും ശക്തിയോടെയാണ് വരുന്നത്. അങ്ങനെ ഭീമൻ്റെ അസ്ത്രങ്ങളേറ്റ് കുറേ കലിംഗദേശത്തിലെ സൈനികർ ഇങ്ങനെ തെറിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന കലിംഗദേശത്തിലെ രാജാവായിട്ടുള്ള ശ്രുതായു തൻ്റെ പ്രശസ്തനായിട്ടുള്ള മകൻ, മഹാരഥനും കൂടെ ആയിട്ടുള്ള തൻ്റെ മകനായിട്ടുള്ള ശക്രദേവൻ എന്ന് പറയുന്ന രാജകുമാരനുമായിട്ട് നേരെ ഭീമന് നേരെ ഇരച്ചു പോവുകയാണ്. അവരവരുടെ വില്ലുകളെടുത്ത് ഭീമന് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. ഭീമൻ അസ്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ചില അസ്ത്രങ്ങളെ ഭീമൻ മുറിച്ചിടുന്നു, അവർക്ക് നേരെ അസ്ത്രങ്ങൾ കയറ്റുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പോരാട്ടം. ഇതിനിടയിൽ
മര്യാദയ്ക്ക് പോരാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ശ്രുതായുവിൻ്റെ മകനായിട്ടുള്ള മഹാരഥൻ ശക്രദേവൻ ഭീമൻ്റെ രഥത്തിലെ കുതിരകളെ അമ്പെയ്തെന്ന് വധിച്ചു. അപ്പോൾ ഭീമൻ്റെ സാരഥിയെ തൊട്ടില്ല. ഇപ്പോൾ ഈ ഒരു രഥം ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, അനങ്ങുന്നില്ല. ഭീമൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങുന്നതുമില്ല. അപ്പോൾ ഇവരൊക്കെ ചിരിച്ചു തുടങ്ങി. അയ്യോ, ഭീമനാണ് പോലും, ഭീമൻ ദാ രഥത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിൽക്കുന്നു, ഇനി ഇവ എവിടെ നിന്ന് പോവും? ഉടനെ ഭീമൻ തൻ്റെ രഥത്തിൽ നിന്ന് കറുത്ത ഒരു ഗദ എടുത്തു. സ്റ്റീൽ ഗദയായിരുന്നു അത്. ഇത് ഭീമൻ്റെ ഒറിജിനൽ 8 ചുറ്റ് പൊന്നു കിട്ടിയ വലിയ ഗദയല്ല, മറ്റൊരു ഗദ. ഈ ഗദ എടുത്തിട്ട് ഭീമൻ ഇങ്ങനെ ചുഴറ്റി ശക്രദേവൻ്റെ രഥത്തിലേക്ക് എറിഞ്ഞ ഒരു ഓർമ്മ മാത്രമേ ശ്രുതായു എന്ന കലിംഗ രാജാവിനും മറ്റ് സൈനികർക്കുള്ളൂ. ആ രഥം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുക, അത് വന്ന് വീണ ആഘാതത്തിൽ. അവിടുത്തെ പൊടിപടലങ്ങൾ ഇങ്ങനെ മാറിയപ്പോഴത്തേക്കും കലിംഗ രാജാവും കലിംഗദേശത്തെ സൈന്യവും ഒരു അമ്പരപ്പോടുകൂടി നോക്കിക്കാണുകയാണ്. ആ രഥം തകർന്നു, അതിൻ്റെ രഥചക്രം തകർന്നു, അതിൻ്റെ സാരഥി മരിച്ചു. ഈ രഥം വന്ന് ലാൻഡ് ചെയ്തേക്കുന്നതോ നിശ്ചലമായിട്ടുള്ള ശക്രദേവനെന്ന് പറയുന്ന രാജകുമാരൻ്റെ നെഞ്ചത്ത്. അയാൾ അനക്കമറ്റവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഭയന്നിട്ട് കലിംഗദേശത്തിലെ ആളുകൾ ഭീമന് നേരെ നോക്കുകയാണ്. ഈ സമയത്ത് ശ്രുതായു എന്ന് പറയുന്ന രാജാവിൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം പ്രശസ്തനായിട്ടുള്ള തൻ്റെ മകൻ മഹാരഥൻ ശക്രദേവനെയാണ് ഭീമൻ ഒരു ഗദ എറിഞ്ഞങ്ങ് വീഴ്ത്തിക്കളഞ്ഞത്. അപ്പോൾ ഇവർ നേരെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവിടെ ഭീമൻ തൻ്റെ പ്രശസ്തമായ ഭീമാകാരമായിട്ടുള്ള 8 ചുറ്റ് പൊന്നു കെട്ടിയ ഇരുമ്പ് ഗദയെടുത്ത് തോളിൽ പിടിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ ഒരു ഇദ്ദേഹം ഉണ്ടല്ലോ, കലിംഗദേശത്തിലെ രാജാവ്, ഇദ്ദേഹം ഭീമനെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അലറി. ഭീമൻ പറഞ്ഞു, വാ, മോൻ പോയ സ്ഥലത്തേക്ക് പറഞ്ഞു വിടാം, വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന ശ്രുതായു എന്ന് പറയുന്ന രാജാവ്, ഈ കലിംഗദേശത്തിലെ രാജാവിൻ്റെ പേരാണ് കേട്ടോ ശ്രുതായു. അപ്പോൾ ഈ ശ്രുതായു എന്ന് പറഞ്ഞ രാജാവ് തൻ്റെ സൈന്യവുമായിട്ട് ഭീമനെ അങ്ങ് വളഞ്ഞു. രഥങ്ങളും കുതിരകളും ആനകളും ഒക്കെ ഉണ്ട്, ഭീമനെ വളഞ്ഞു. ഭീമനൊരു ചേഞ്ചിന് ഈ ഗദ അങ്ങെടുത്ത് രഥത്തിൻ്റെ അകത്ത് വെച്ചു. ഭീമൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് ഭീമനൊരു വാളങ്ങെടുത്തു. ഇതൊക്കെ നമുക്ക് എങ്ങും കാണാൻ പറ്റില്ല, വാളെടുത്ത ഭീമനെയൊക്കെ. ഭീമനൊരു വാളെടുത്തു. ഈ വാളെന്ന് പറയുമ്പോൾ ചില്ലറ ചെറിയ വാളൊന്നും അല്ലായിരുന്നു, ഒരു മല വെട്ടി പൊളിക്കാൻ പറ്റുന്ന അത്രത്തോളം വലിയൊരു വാൾ. അങ്ങനെ തോന്നിക്കുന്ന ഭീമാകരമായിട്ടുള്ളൊരു വാളെടുത്ത് ഭീമൻ ഇങ്ങനെ ചുഴറ്റി കയ്യിൽ പിടിച്ചു. അത് ഭീമനെ അത്ര അനായാസമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അതുപോലത്തെ ഒരു വാളും. എന്നിട്ട് ഭീമനൊരു പരിചയം എടുത്തു. ആ പരിചയിൽ നക്ഷത്രവും ചന്ദ്രക്കലകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന പരിചയമായിരുന്നു. കാരണം ഇവർ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു പരിചയം എടുത്തതിന് ശേഷം ഭീമൻ രഥത്തിൽ നിന്നൊരു ചാട്ടവാ, എന്നിട്ട് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തിങ്ങനെ നിരങ്ങി കലിംഗദേശത്തിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതായു തൻ്റെ ശക്തമായ വില്ലെടുത്തിട്ട് ഒരസ്ത്രം വലിച്ച് ഭീമന് നേരെ വിട്ടു. എല്ലാവരും വിചാരിച്ച് ഭീമൻ തീർന്നെന്ന്. കാരണം ഭീമൻ്റെ കയ്യിൽ രഥവും ഈ ബില്ലുകളില്ലല്ലോ, പരിചയും വാളുമല്ലേ. എല്ലാവരും വിചാരിച്ചു പരിച കൊണ്ട് ഈ ഒരു അസ്ത്രത്തെ തടുക്കുമെന്ന്. ഭീമൻ ഈ അസ്ത്രം അടുത്തെത്തിയപ്പോഴത്തേക്കും അതിനിങ്ങനെ വെട്ടി 2 കഷ്ണമാക്കി. അപ്പോൾ മനസ്സിലായി ഗദയും വില്ലും മാത്രമല്ല വാളിലും ഭയങ്കരമായിട്ടുള്ളൊരു യോദ്ധാവാണ് ഭീമനെന്ന്. പെട്ടെന്ന് ഭീമൻ ഈ ഒരു ശ്രുതായുവിന് നേരെ ഇരച്ചുകൊണ്ട് കയറുകയാണ്. ശ്രുതായു തൻ്റെ വില്ലവിടെ വെച്ചിട്ട് ഒരു 16 വേലെടുത്തിട്ട്, 16 എന്ന് വെച്ചാൽ 7 കുന്തങ്ങൾ, ചെറിയ കുന്തങ്ങളായിരിക്കും അത്, 16 വേലെടുത്തിട്ട് ഭീമസേനന് നേരെ തുരുതുര ഇങ്ങനെ എറിഞ്ഞു. ഭീമസേനൻ എന്ത് ചെയ്തെന്നറിയോ? വാളെടുത്ത് ഇങ്ങനെ ചുഴറ്റി ആ വരുന്ന വേലുകളെ അത്രയും ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ലാസ്റ്റ് വന്ന വേലിനെ ആട്ടിച്ച് സൈന്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഒന്ന് ഏറ്റി. ഇതുകൂടെ ആയപ്പോഴത്തേക്കും ഭീമസേനൻ ഇങ്ങനെ തൻ്റെ പരിചയിൽ വാളുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് അസ്ത്രങ്ങൾ വരുന്നൊരു ശബ്ദം. ഭീമൻ തൻ്റെ പരിചയ പൊക്കിയ അസ്ത്രത്തെ അങ്ങ് തടുത്തു. നോക്കിയപ്പോൾ ആനപ്പുറത്ത് ശ്രുതായുവിൻ്റെ മറ്റൊരു മകൻ വരെയാണ്. ആ രാജകുമാരൻ്റെ പേര് ഭാനുമൻ എന്നായിരുന്നു. അങ്ങനെ ഭാനുമൻ എന്ന് പറയുന്ന കലിംഗ രാജകുമാരൻ പെട്ടെന്ന് ഭീമസേനന് നേരെ ശരവർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഗർജിച്ചു. ഭീമസേനൻ തൻ്റെ പരിചയ കൊണ്ട് വീണ്ടും ആ അസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ തടുത്തു. എന്നിട്ട് തൻ്റെ വാളുകൊണ്ട് ആ മറ്റുള്ള അസ്ത്രങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് ഭീമസേനൻ നേരെ ഈ ഒരു ഭാനുമൻ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുകയാണ്. ഭാനുമൻ ഗർജിച്ചതാണ് ഭീമസേനന് ഇഷ്ടപ്പെടാണ്ടായിപ്പോയത്. കാരണം അത് ഭീമൻ ചെയ്യുന്ന പരിപാടിയാണല്ലോ. സത്യം പറഞ്ഞാൽ ഭീമനെ കളിയാക്കിക്കൊണ്ടാണ് ഗർജിച്ചത്. നമുക്കത് മനസ്സിലാവും. കാരണം ഭീമൻ ഗർജിച്ചുകൊണ്ടാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഭീമൻ തിരിച്ച് തൻ്റെ ഈ ഒരു പരിചയിൽ വാളുകൊണ്ട് ഇങ്ങനെ ഒരു 2 അടിയൊക്കെ അടിച്ചിട്ട് ഉറക്കെ ഗർജിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്കും കലിംഗദേശത്തിലെ സൈനികർ പേടിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ നിലത്ത് വീഴുന്ന ശബ്ദവും ഇവർ പേടിച്ച് 2-3 പേരിങ്ങനെ പിറക്കോട്ട് പോകുന്ന ശബ്ദമെല്ലാം കേട്ടു. എന്നിട്ട് യുദ്ധം എന്താ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീമൻ ഓടി വന്നിട്ട് ഈ ആനയുടെ കൊമ്പിന് ചവിട്ടി ചാടി കയറി. എന്നിട്ട് ആ പരിചയ സൈഡിലോട്ട് മാറ്റി ഈ വാളിങ്ങനെ കറക്കി ഇങ്ങനെ പിടിച്ചിട്ട് വന്ന് ഭാനുമൻ്റെ ദേഹത്ത് അങ്ങ് ലാൻഡ് ചെയ്ത്.
വാളങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആനയും അവിടെ ചരിഞ്ഞു. കാരണം ആ ഒരു പ്രഹരം ആനയിലും ആഘാതം ഉണ്ടാക്കിയിട്ട് ആന ഇങ്ങനെ ചരിഞ്ഞു വീഴുകയാണ്. വാളൂരി ഭീമൻ ആന ഇങ്ങനെ ചരിഞ്ഞ് നിലത്ത് വീഴുന്ന സമയത്ത് അവിടെ നിന്ന് ചാടി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഭീമൻ ആ ഒരു ഫോമിലെത്തി, പോരാട്ടത്തിനുള്ള ഫോം. ഇറങ്ങിയിട്ട് ഈ വാളിങ്ങനെ ചുഴറ്റി പരിചയിലടിച്ച് ഭീമൻ ഓടി കലിംഗദേശത്തിലെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് അങ്ങ് കയറിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഭീമൻ അങ്ങ് നശിപ്പിച്ചു തുടങ്ങി കലിംഗദേശത്തിനെ. പെട്ടെന്ന് ദൂരെ നിന്ന് ഈ ശ്രുതായു എന്ന് പറഞ്ഞ രാജാവ് നോക്കുമ്പോഴത്തേക്കും ചിന്ന ഭിന്നമായി തൻ്റെ സൈനികരിങ്ങനെ തെറിച്ചു പോകുന്നു. ഭീമൻ തൻ്റെ പരിചയ കൊണ്ട് കുറേ എണ്ണത്തിനെ ഇടിക്കുന്നു. അവിടെ നിന്ന് കുന്തം കൊണ്ട് ഒരാൾ ആക്രമിക്കുമ്പോൾ അത് തട്ടിക്കളഞ്ഞ് അത് മുറിച്ച് അതെടുത്ത് മറ്റൊരാളുടെ ദേഹത്തേക്ക് എറിഞ്ഞ് ഈ വാള് ചുഴറ്റി അടുത്ത ആളുടെ ദേഹത്തടിക്കുന്നു. മറ്റ് വില്ലാളികൾ ഇങ്ങനെ അസ്ത്രങ്ങളിങ്ങനെ അയക്കുമ്പോൾ അതിങ്ങനെ തടഞ്ഞ് ആ ഭാഗത്തേക്ക് ഭീമൻ ഇടിച്ച് കയറുമ്പോഴത്തേക്കും ഈ രഥത്തിൽ തട്ടി കുറേ പേര് ഈ രഥമല്ല പരിചയം തട്ടി കുറേ പേര് തെറിച്ചു പോകുന്നു. ഭീമൻ്റെ ഈ ഒരു ഓടിക്കൊണ്ടുവന്ന ഈ ഒരു ഇടിയിൽ തന്നെ കുറേ പേര് തീരുന്നു. എന്നിട്ട് ഭീമൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുനിന്ന് ചാടി ആനകളെ ആക്രമിച്ചു തുടങ്ങി. അവിടെ എന്താ പറയുക, ചുവന്ന നിറം, ഫുൾ ചുവന്ന മയമായി. ദുര്യോധനൻ നോക്കി കാണുകയാണ് അവിടെ കലിംഗദേശത്തിന് എന്തു പറ്റുന്നെന്ന്. അവിടെ ആനകളിങ്ങനെ ചരിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഇരയെ റാഞ്ചാനായിട്ട് വട്ടമിട്ട് വറക്കുന്നൊരു പരുന്തിനെ പോലെ ഭീമൻ ആ യുദ്ധഭൂമിയിൽ കിടന്ന് കറങ്ങി ഓടയാണ് അയാൾ. ഓടിയും ഒഴിഞ്ഞു മാറിയും വന്നവർക്ക് മനസ്സിലായി ഈ 9 അടി പൊക്കവും വീതിഞ്ഞ നെഞ്ചും മാത്രമല്ല ഇദ്ദേഹത്തിന് ഭയങ്കര മെയ്വഴക്കം ഉണ്ടെന്ന്. വാള് വരുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറി കുന്തമൊക്കെ വലിച്ചൊടിക്കുന്നു. എന്നിട്ട് ഈ ഒരു തരിച കൊണ്ട് കുറേ എണ്ണത്തിനെ അടിച്ച് തെറിപ്പിക്കുന്നു. അവിടെ നിന്ന് അസ്ത്രങ്ങൾ വരുമ്പോൾ ആ അസ്ത്രങ്ങൾ ഇങ്ങനെ തടഞ്ഞ് അതിനെ മുറിച്ച് കളഞ്ഞിട്ട് ഒരു ഭാഗത്തു നിന്ന് രഥചക്രം എടുത്ത ധനുർധാരികൾക്ക് നേരെ എറിയുന്നു. എന്നിട്ട് ഭീമൻ തൻ്റെ വാളെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെന്നെറിഞ്ഞു. അത് കറങ്ങി കുറേ പേരെ പോയങ്ങ് തീർത്തു. എന്നിട്ട് തൻ്റെ പരിച ചുഴറ്റി തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞു. അതുകൊണ്ട് കുറേ പേര് തീർന്നു. എന്നിട്ട് തൻ്റെ കൈ കൊണ്ടിട്ട് ഈ രഥം പൂട്ടിയേക്കുന്ന ഭാഗം പിടിച്ച് വലിച്ചങ്ങ് പൊളിച്ചിട്ട് ആ ഭാഗം, കുതിരകളെ പൂട്ടിയ ഭാഗം അവിടെ ഇട്ടിട്ട് സാരഥിക്ക് മുകളിലിരിക്കുന്ന മഹാരഥനുണ്ടല്ലോ വില്ലാളിയെയും കൂടെ ഇങ്ങനെ ഒലച്ചിട്ട് ഈ ഭാഗം ചുഴറ്റി ഒരു സൈന്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് ഈ കുതിരകളെ പിടിച്ചേക്കുന്ന ഭാഗമെടുത്ത് ചുഴറ്റി മറ്റൊരു ഭാഗത്തേക്ക് എറിഞ്ഞു. ഇതെല്ലാം വന്ന് വീഴുന്ന സ്ഥലം കുറേ എണ്ണം തീരെയാണ്. എന്നിട്ട് ഓടി അടുത്ത രഥത്തിൻ്റെ അടുത്തേക്ക് പോയി ആ രഥചക്രം വലിച്ചു പിഴുതു. രഥചക്രം വെച്ച് കുറേ എണ്ണത്തിനെ തീർത്തു. രഥചക്രം ചുഴറ്റി മറ്റൊരു ഭാഗത്തേക്ക് എറിഞ്ഞു. അടുത്ത രഥചക്രം എടുത്തുകൊണ്ട് സൈന്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇടിച്ചു കയറി അവിടെ തൻ്റെ പരിച കിട്ടി. പരിച എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ പരിച കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക ചെയ്യുന്ന പോലെ പരിച കൊണ്ട് അവിടെ ഇടിച്ച് കുറേ എണ്ണത്തിനെ തീർത്തു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് ആക്രമണം കൂടുമ്പോൾ ഭീമൻ അമിത വേഗത്തിൽ ഇങ്ങനെ കറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോയി തൻ്റെ ഭീമാകാരമായിട്ടുള്ള വാള് കുറേ എണ്ണം വലിച്ചൂരാൻ നോക്കുന്നു. അവനെയൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് ആ വാളെടുത്തു. എന്നിട്ട് കുതിരപ്പട, രഥം, ആനപ്പട ഇതിനെയെല്ലാം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീമൻ. അങ്ങനെ ഈ പ്രകടനമൊക്കെ കണ്ടപ്പോഴത്തേക്കും കലിംഗ സൈന്യത്തിൽ കുറേ പേര് പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഓടുന്നവന്മാരെ പിറക്കെ പോയി തീർത്തു. യുദ്ധഭൂമിയിൽ നിന്ന് പേടിച്ചോടുന്നതാണെന്നും പറഞ്ഞ് പിറക്കെ പോയി ഭീമൻ തീർക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു പോരാട്ടം. പിന്നെ അവിടെ നിന്ന് കൂട്ടമായിട്ടുള്ള അസ്ത്രപ്രയോഗം വന്നപ്പോൾ ഭീമൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നു. അസ്ത്രപ്രയോഗം വരുമ്പോൾ അസ്ത്രം വരുന്ന ഭാഗത്ത് നിന്ന് മാറുന്നു, അടുത്ത അസ്ത്രം വരുന്ന ഭാഗത്ത് നിന്ന് മാറുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ സാധനം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു രഥത്തിൻ്റെ ഭാഗമായിരിക്കും, ആ ഭാഗമെടുത്ത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ എറിയുന്നു. അതിൻ്റെ ആഘാതത്തിൽ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാകുന്നു. പെട്ടെന്ന് വീണ്ടും മറ്റുള്ള ആളുകൾ ഭീമനെ ആക്രമിക്കാൻ വരുന്നിങ്ങനെ ഭീമനെ ഇങ്ങനെ പൊതിഞ്ഞു കയറിയൊക്കെയാണ്. ഭീമൻ തൻ്റെ അസ്ത്രങ്ങളും തൻ്റെ ശസ്ത്രങ്ങൾ, അതായത് പരിചയം വാളും ഇങ്ങനെ സൈഡിലോട്ട് വിട്ടിട്ട് കൈ കൊണ്ടിങ്ങനെ ഇങ്ങനൊരു പിടുത്തം, അവിടെ കുറേ എണ്ണം തീർന്നു. ബാക്കി കൈ കൊണ്ട് ഇങ്ങനൊരു പിടുത്തം, അവിടെ കുറേ എണ്ണം തീർന്നു. അപ്പോൾ ചുറ്റും നിന്ന ആളുകൾ തീർന്നു. അപ്പോൾ എന്നിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ചവിട്ടുമ്പോൾ അവിടെ നിന്ന് ഭീമൻ്റെ വാള് പൊങ്ങി വന്നു, അതിൽ പിടിച്ചു. എന്നിട്ട് പരിചയം എടുത്ത്, ഇതെല്ലാം പരിചയം വാളും കൊണ്ട് ആ ഗത എടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും അടുത്ത ഭാഗം കൊണ്ട് ഇങ്ങനെ അടിച്ചങ്ങ് നിർപ്പിച്ചു. ഈ സമയത്ത് ഇതൊക്കെ സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിട്ട് ശ്രുതായു എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ കിട്ടണ്ടേ? പുള്ളി കിടന്ന് ഓടെയാണ്. സൈന്യത്തിൻ്റെ ഒരു 1/4 ഭാഗം, 1/2 ഭാഗം ഭീമൻ നശിപ്പിച്ച്. അപ്പോൾ ശ്രുതായു തൻ്റെ സൈന്യം ഇങ്ങനെ ഭീമൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ തൻ്റെ 2 പുത്രന്മാരെ വധിച്ചതിൻ്റെ ദേഷ്യവും കൂടെ കൊണ്ട് ശ്രുതായു ഭയങ്കര ക്രോധത്തോടു കൂടി വില്ലെടുത്ത് തൻ്റെ സൈന്യത്തിൻ്റെ ഒരു സെക്ഷനുമായിട്ട് ഭീമൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, കാടിളക്കുന്നത് പോലെ, ഒരു മതയാന ചിഹ്നം വിളിക്കുന്നത് പോലെ, രാത്രി വേട്ടയ്ക്ക് മുമ്പ് ഒരു ചെന്നായ ഓരിയിടുന്നത് പോലെ
ഒരു കടുവയുടെ ടെറിട്ടറിയിലേക്ക് കയറുമ്പോൾ ആ കടുവ ഗർജിച്ച് അവരെ ഭയപ്പെടുത്തുന്നത് പോലെ സിംഹം തൻ്റെ പ്രൈഡിനെ സംരക്ഷിക്കുവാനായിട്ട് കല്ലിന് മുകളിൽ കയറി ഗർജിക്കുന്നത് പോലെയുള്ള ഭീമൻ്റെ അലർച്ച. ഈ അലർച്ച കേട്ടിട്ട് കുറേ എണ്ണം വീണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ കലിംഗ ദേശത്തിൽ ഈ ശ്രുതായുവിൻ്റെ കൂടെയുള്ള സൈനികരിങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ പോവുക. ശ്രുതായുവിൻ്റെ സൈന്യത്തിൻ്റെ ഒരു സെക്ഷൻ അവിടെ ഭീമൻ നിന്ന് പോരാടുന്ന സ്ഥലത്തേക്കെത്തി. ഭീമനെ അവിടെ ഒന്നും കാണുന്നില്ല. ഈ സമയത്ത് നട്ടുച്ച വെയിലാണ്. നട്ടുച്ച വെയിലെന്നൊക്കെ പറയുമ്പോൾ ആകാശം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ വെയിൽ പോലെയല്ല, ഒരുമാതിരി ഈ ദുർനിമിത്തങ്ങളൊക്കെ കാണുന്ന രീതിക്ക് ആകാശത്തിൽ മേഘം കൊണ്ടങ്ങ് മൂടിയേക്കുന്നു. അപ്പോൾ മേഘത്തിനിടയിൽ ചുവന്ന സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ തെളിയുന്ന ആ ഒരു ആംബിയൻസിൽ ചുറ്റിനും നോക്കിയപ്പോഴത്തേക്കും ഭീമനെ കാണുന്ന എല്ലാവരും ഭയക്കുകയാണ്. എവിടെ നിന്ന് ഒരു ഗർജനം കേൾക്കുന്നു. അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെയില്ല. സൈനികരുടെ കൈയൊക്കെ വിറക്കുകയാണ്. അടുത്തൊരു ഭാഗത്തേക്കൊരു രഥചക്രം ഇങ്ങനെ പറന്നുപോയി കുറേ എണ്ണത്തിനെ തീർക്കുന്നു. അങ്ങനെ കലിംഗ ദേശത്തിലെ സൈനികർ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നു. ചുവന്ന നിറത്തിൽ ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നു. കയ്യിലൊരു പരിചയും ഒരു വാളുമുണ്ട്. ഇവർ പേടിച്ചുപോയി. പെട്ടെന്ന് അലറിക്കൊണ്ട് അവർക്ക് നേരെ ഭീമനങ്ങ് വന്ന് കയറി അവരവിടെ തീർന്ന്. ബാക്കിയുള്ള സൈനികരുമായിട്ട് രഥങ്ങളും ആനകളും കുതിരകളും ഒക്കെ ആയിട്ട് ശ്രുതായു അവിടെ എത്തി. കലിംഗ ദേശത്തിലെ രാജാവ് അവിടെ എത്തി. പെട്ടെന്ന് ഭീമൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ഭീമനുമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന ബാക്കി കലിംഗ ദേശത്തിലെ ആളുകളും കൂടെ ഓടി ശ്രുതായുവിൻ്റെ കൂടെ അങ്ങ് കയറി കൂട്ടമായിട്ട് ആക്രമിക്കാം എന്നുള്ള രീതിക്ക്. ഈ സമയത്ത് ലക്ഷണമൊത്ത ഒരു രഥം അവിടെ എത്തി. അത് ഭീമസേനൻ്റെ സാരഥിയായിട്ടുള്ള വിശോകനായിരുന്നു. വിശോകൻ പറഞ്ഞു, ഭീമ യുവരാജാവേ കയറ് എന്ന് പറഞ്ഞു. ഭീമൻ്റെ ദേഹം മുഴുവനും ചുവന്ന നിറത്തില്ല. ഭീമൻ്റെ മുഖത്തൊരു വികാരമാറ്റവുമില്ല. പോർവെറിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, പല്ലിറുമിക്കൊണ്ടിരിക്കുന്നു. ഭീമൻ്റെ ആ ഒരു മുരൾച്ചയും കാര്യങ്ങളുമൊക്കെ കേൾക്കാം. ഭീമൻ ആ സമയത്ത്, അതായത് ഇതൂടെ ആയപ്പോൾ അവിടെയുള്ള മനുഷ്യർ ഭീമനെ ഒരു മനുഷ്യനായിട്ട് കാണുന്നത് നിർത്തി. ഭീമൻ മനുഷ്യനല്ല, ഇത് മറ്റെന്തോ ഒന്നാ. ശ്രീപരമേശ്വരൻ്റെ ഭൂതഗണത്തിലുള്ള ഏതോ ഒരു കൂടിയണമായിട്ടുള്ളൊരു ഭൂതോണി വന്നേക്കുന്നത് എന്നുള്ളൊരു ചിന്തയായി. ഇത് മനുഷ്യനല്ല, ഇത് വേറെന്തോ പൈശാചികമായിട്ടുള്ള ഒന്നാണ് ഈ നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് അവർ കണ്ടു തുടങ്ങി. കാരണം അതായിരുന്നു ഭീമൻ്റെ രൂപം. ഭീമൻ വിശോകൻ കൊണ്ടുവന്ന വലിയ ലക്ഷണമൊത്ത പൊന്നുകെട്ടിയ ആ രഥത്തിലേക്ക് കയറിയിട്ട് തൻ്റെ വാളും പരിചയം അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞപ്പോൾ ആ ഊക്കിൽ തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ ചുവന്ന നിറം അങ്ങനെ തെറിച്ചങ്ങ് പോയി. ഇത് കണ്ടപ്പോഴത്തേക്കും കലിംഗ ദേശത്തിലെ സൈനികർ വീണ്ടും പേടിച്ച് വിറച്ചു. കുറേ എണ്ണം ആയുധമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഉയിരുണ്ടെങ്കിൽ പിച്ചയെടുത്തെങ്കിലും ജീവിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടി. ബാക്കി കുറേ എണ്ണം ഓക്കെ എന്തായാലും പെട്ട് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞുള്ള രീതിക്ക് നിന്നു. ഈ സമയത്ത് ഭീമൻ പെട്ടെന്ന് തൻ്റെ വില്ലെടുത്തിട്ട് മറ്റുള്ളവരെടുത്ത് വാ വാ എന്ന് പറഞ്ഞ്, എന്നിട്ട് ആ സമയത്ത് ഈ ഒരു ശ്രുതായു എന്ന് പറയുന്ന ആൾ ദേഷ്യം വന്നിട്ട് ഭീമ എന്ന് വിളിച്ച്, നീയും വാ, നിൻ്റെ മക്കൾ പോയ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ പറഞ്ഞുവിടാം, വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശ്രുതായുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ശ്രുതായു അങ്ങോട്ട് അസ്ത്രങ്ങൾ ദുരിതര അയച്ചു. ഭീമൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി. ഭീമൻ അപ്പോഴും തൻ്റെ രഥത്തിൽ നിന്ന് ഒരു അനക്കവുമില്ല, രഥം അനക്കുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഭീമൻ കയ്യോക്കോടുകൂടി വലിച്ച് അസ്ത്രങ്ങൾ എയ്തു. ഈ അസ്ത്രങ്ങൾ കുറേ കലിംഗദേശത്തിലെ സൈനികർ വീണു. അധികം താമസിയാതെ 9 ശക്തമായിട്ടുള്ള ഇരുമ്പസ്ത്രങ്ങൾ കലിംഗരാജാവിൻ്റെ ദേഹത്തേക്ക് എയ്ത് കയറ്റി കലിംഗരാജാവിനെ ഭീമൻ വധിച്ചു. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. ഭീമൻ നോക്കുമ്പോൾ കലിംഗരാജാവിൻ്റെ രഥം സംരക്ഷിക്കുവാനായിട്ട് 2 യോദ്ധാക്കൾ നിൽപ്പുണ്ടായിരുന്നു. ആരാ? സത്യനും സത്യദേവനും. എന്നിട്ട് പറഞ്ഞു, നീയൊക്കെയല്ലേ അവൻ്റെ രഥം സംരക്ഷിച്ചുകൊണ്ടിരുന്നേ, പരലോകത്ത് പോകുമ്പോൾ അവൻ്റെ രഥം സംരക്ഷിക്കാൻ നിങ്ങൾ 2 പേരും അവിടെ പോകണ്ടേ, അതുകൊണ്ട് നീയും ഒക്കെ കൂടെ പൊക്കോ എന്നും പറഞ്ഞ് അസ്ത്രങ്ങളിൽ അവരെയും തീർത്തു. ഭീമൻ അങ്ങോട്ട് പോർ വെറി. അവിടെ ഭീമൻ മനുഷ്യരൂപത്തിലുള്ളൊരു മരണമായിട്ടാണ് നിന്നേ, കാലനായിട്ടാണ് ഭീമൻ അവിടെ നിന്നേ. ഈ സമയത്ത് പെട്ടെന്ന് അവിടെ ദൃഷ്ടദ്യുമ്നൻ യുധിഷ്ഠിരനെ ഒന്ന് ഒരുവിധം സെറ്റാക്കിയിട്ട്, യുധിഷ്ഠിരൻ ആ സമയത്ത് ആനപ്പുറത്ത് കയറി ആനപ്പടയിൽ നിന്നുകൊണ്ട് പോരാടി തുടങ്ങി. ആ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ പെട്ടെന്ന് ഭീമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാഞ്ചാലദേശത്തെ സൈന്യവുമായിട്ടെത്തി. പാഞ്ചാലദേശത്തെ സൈന്യവുമായിട്ട് എത്തിയപ്പോഴത്തേക്കും വരുന്ന വഴിക്ക് ഭീമൻ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു. അവിടെ നിന്നും ആളുകളുടെ നിലവിളി ഉണ്ടായിരുന്നു, ഭീമൻ്റെ അട്ടഹാസം ഉണ്ടായിരുന്നു, ഭീമൻ്റെ ഗർജനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദൃഷ്ടദ്യുമ്നൻ അവിടെ വരുന്നു. ദൃഷ്ടദ്യുമ്നൻ അവിടെ വരുന്നത് കണ്ടിട്ട് സാത്യകിയും കൂടി ദൃഷ്ടദ്യുമ്നനെ ഭീമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇവർക്ക് 2 പേർക്കും ഭീമനെ ഭയങ്കര ഇഷ്ടമാണ്. ദൃഷ്ടദ്യുമ്നന് തൻ്റെ 5 അളിയന്മാരിലേക്ക് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഭീമനായിരുന്നു. സാത്യകിക്കും ഭീമനെ ഭയങ്കര ഇഷ്ടമാണ്. ഭീമൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രത്യേകത അതാണ്, തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഭീമൻ്റെ അടുത്തായിരിക്കും. ഭീമനെ എല്ലാവരും മത്സരിച്ച് സ്നേഹിക്കാറാണ് പതിവ്. അതൊരു പ്രത്യേകതയാണ് ഭീമൻ്റെ. കാരണം ഭീമൻ അതുപോലെ എല്ലാവരെയും തിരിച്ച് സ്നേഹിക്കുന്ന ആളാണ്. സ്നേഹം മാത്രമുള്ളൊരു മനസ്സാണ് അത്. ഇങ്ങനെ പോർവറി കൂടുമ്പോഴാണ് ആൾക്ക് മറ്റൊരു വികാരം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാത്യകിയും ദൃഷ്ടദ്യുമ്നനും കൂടെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവർ കാണുന്ന കാഴ്ച, രഥത്തിൽ നിന്നുകൊണ്ട് യുദ്ധഭൂമിയിൽ ഇങ്ങനെ ക്രൂരമായ മുഖത്തോടു കൂടി അലറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ വട്ടം ചുറ്റുന്ന ഭീമനെയാണ്.
ഭീമനെ കണ്ട് ഭയന്ന് എല്ലാ എണ്ണവും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഈ എപ്പിസോഡ്. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എനിക്കറിയാം ഒരു വല്ലാത്തൊരു പോയിന്റിൽ വെച്ചാണ് ഞാൻ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡും മഹാഭാരതത്തിൻ്റെ എപ്പിസോഡ് തന്നെ ആയിരിക്കും. ഈ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചരിത്ര വീഡിയോ ചെയ്യും. ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് കുരുക്ഷേത്രത്തിൻ്റെ എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ